ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനെന്താ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഈവനിങ് ടൈം ആട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. ഇത്രയും നേരം നല്ല മഴ തന്നെയായിരുന്നു. ഒരു മഴ തോർന്നിട്ട് കുറച്ച് ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ നോക്കി എന്നെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. നോക്കി ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം നമ്മുടെ കിളികളുടെ സൗണ്ട്. ഞാൻ പറയാതിരുന്ന അത്രത്തോളം എഫക്റ്റിലാട്ടോ. ഇപ്പോൾ മഴക്കാലം തുടങ്ങിയ ശേഷം ഇവരുടെ ഒരു കലവില ബഹളം തന്നെയാട്ടോ. അതേപോലെ തന്നെ ഇന്ന് കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെറിയ രീതിയിൽ കഴിച്ച് ചെറിയൊരു പണി കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതായത് വൈകുന്നേരം കുറച്ച് കെട്ടിയാണ്. അപ്പോൾ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആ കുളിയെല്ലാം കഴിഞ്ഞ് അത് പണികൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം എന്തായാലും മുറിഞ്ഞു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ചേച്ചി ആന്തൂര്യത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും കുറച്ച് ആന്തൂര്യത്തിന് നമുക്കൊരു മഴക്കാലം ആകുമ്പോൾ കൊടുക്കേണ്ട കുറച്ച് പരിസര രീതികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന കുഞ്ഞു വ്ളോഗാട്ടോ ഇന്ന്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ഒരു ചീവീടിൻ്റെ അതുപോലെ തന്നെ കിളികളുടെയൊക്കെ കലപില ബഹളത്തിൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് നല്ല. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അതേപോലെ നോക്കി നല്ല മഴക്കാർക്ക് ഇരുട്ട് കുത്തി വരുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ മഴയ്ക്കത് ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടോ മഴയൊന്നും തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് നേരത്തെ പെയ്ത ഈ മഴയ്ക്കൊക്കെ നോക്കി വെള്ളം ഇങ്ങനെ അല്ലെങ്കിൽ മറിഞ്ഞിങ്ങനെ റോഡും മിറ്റൊക്കെ ഒരേ ലെവലിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റോഡിലേക്കൊക്കെ നോക്കിയിട്ട് തന്നെ നന്നായിട്ട് ഉരുളം കല്ലുകളും മെറ്റിലും റോഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിങ്ങനെ ഇളകി വന്നതൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. മഴയ്ക്ക് മുന്നായിട്ട് നമുക്ക് എന്തായാലും ആ ഒരു ആന്തൂര്യം പരിപാലന രീതി എങ്ങനെയാണ് കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെങ്ങനെ മാറി മാറി വരുന്ന ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ കെയർ ചെയ്യുന്നു അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ്ങും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ചെടികളെ നമുക്ക് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2 ചെടിയെന്നൊക്കെയാണ് നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ നമ്മുടെ കയ്യിൽ അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ആന്തൂര്യത്തിൻ്റെ 2 വെറൈറ്റി ആട്ടോ എൻ്റെ കയ്യിലിപ്പോൾ നിലവിലുള്ളത്. അതായത് റെഡും ഉണ്ട് അതേപോലെ തന്നെ വൈറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു വൈറ്റിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് തന്നെയാണേ. പിന്നെ നമ്മുടെ ഒരു ആന്തൂര്യത്തിൻ്റെ പ്ലാന്റിൽ ഒരു ഫ്ലവർ ഉണ്ടായാൽ തന്നെ ആ ഒരു ഫ്ലവർ ഒരുപാട് നാളുണ്ടാവും. എനിക്ക് തോന്നുന്നു മാസങ്ങളോളൊക്കെ ഉണ്ടാവാറുണ്ടോ. അതും നല്ല അടിപൊളിയായിരിക്കും. കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിനുള്ളത്. ഫ്ലവേഴ്സ് പോലെ തന്നെ അതിൻ്റെ ലീഫായാലും നല്ല കട്ടി ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ തുടരെ ഇങ്ങനെ മഴ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഗാർഡനിൽ നമ്മുടെ കള പറിക്കൽ തന്നെയാണ്. നമ്മൾ എത്രത്തോളം പറിച്ചാലും പെട്ടെന്ന് കേട്ടോ കാട് ഇങ്ങനെ സ്പ്രെഡ് ആകും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഒരു പോട്ടിൽ നട്ടിട്ടുള്ള ആ ഒരു പ്ലാന്റ്സ് എല്ലാം നമ്മളിതാ കളയെല്ലാം പറിച്ച് നല്ല അടിപൊളിയായിട്ട് നിർത്തിയിരുന്നാലും ചെറിയതൊക്കെ ഉണ്ട് എടുക്കുന്നാലും അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഘെട്ടായിട്ട് ഇങ്ങനെ പറിച്ച് കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാ ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സിലായാലും ഇതാ ഈ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിലാട്ടോ ഫ്ലവർ ഉള്ളത്. അതും ഈ ഒരു റെഡ് എന്ന് പറയുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടൊരു റെഡ് തന്നെയാണ്. ഇതിൽ തന്നെ പല ടൈമിൽ കഴിഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇത് ഒന്നുകൂടി നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് വിടാനുണ്ട്. അതായത് പ്രൂൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലീഫുകൾ ഉണ്ടാവുമല്ലോ, അതായത് കുറച്ച് പ്രായം ചെയ്തിട്ടുള്ള ലീഫുകൾ അതേപോലെ തന്നെ ഉണങ്ങിയതും അതുപോലെ തന്നെ കുറച്ച് കരിഞ്ഞത് അങ്ങനെ നിൽക്കുന്നതൊക്കെ നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമിങ്ങിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഒരു താഴ്ഭാഗത്ത് അത്യാവശ്യം ഒന്ന് വരുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യേണ്ടത്. അത് മേളിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാതെ ആ ഒരു ചോടുമായിട്ട് കുറച്ച് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് തന്നെ വെച്ച് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ നോക്കി മുട്ടുകളൊക്കെ ആയാലും നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആന്തൂര്യത്തിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് നോക്കിയാലും ഒരുപാട് നമുക്ക് പുതിയ തൈകൾ അതിൽ നിന്ന് ഇപ്പോൾ പൊട്ടിച്ച് നടാൻ വേണ്ടി പാകത്തുള്ള ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ നല്ലൊരു കെയർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെക്കൂടെ നല്ല രീതിയിൽ തന്നെ പുതിയ തൈകളും ഫോം ചെയ്തോ. മാത്രമല്ല നമ്മുടെ കയ്യിലിപ്പോൾ 2 സ്റ്റോക്കിൽ നിന്നൊക്കെയാണോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോക്ക് നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആന്തൂര്യം പ്ലാന്റ്സ് നമുക്ക് പോട്ടുകളിലും അതേപോലെ തന്നെ ഡയറക്റ്റ് മണ്ണിലും വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതുപോലെ പോട്ടുകളിലും അതുപോലെ തന്നെ ഗ്രോ ബാഗുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചൊന്നും ചെയ്തിട്ടുണ്ട് അല്ലാതെ നമ്മുടെ ഡയറക്റ്റ് മണ്ണിൽ. ഇപ്പോൾ ഡയറക്റ്റ് മണ്ണിൽ നടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കെയറിങ് കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ നമുക്ക് പോട്ടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ മഴ കൊള്ളുന്ന ഒരു സൈഡിൽ നമുക്ക് കുറച്ച് നീക്കി വെച്ചിട്ട് അതുപോലെ കുറച്ചുകൂടി മെയിൻ്റെനൻസ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മറ്റേന്ന് പറയുമ്പോൾ കാട് പറിക്കലൊക്കെയാലും ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പെട്ടെന്ന് അറിയും കാട് സ്പ്രെഡ്. എന്നാലും നമ്മൾ അതിന് ഒരു നല്ല രീതിയിൽ ഒരു എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് ഇതുപോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഓരോ പൂക്കളും കാണുമ്പോൾ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. കാരണം നമുക്ക് ഇത് കാണാനേ പ്രത്യേക ഭംഗിയാട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കാറില്ല. നമ്മൾ ചാണകപ്പൊടി കാഷ്ടം അങ്ങനത്തെ കുറച്ച് വളങ്ങളാണ് കൂടുതൽ കൊടുക്കാറ്. പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വളം കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ഞാൻ ഡീറ്റെയിലായിട്ട് വേറൊരു വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മിക്സിങ് കാര്യങ്ങളും മൊത്തം ഞാൻ ഡീറ്റെയിലായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വന്നപ്പോൾ കുറച്ചൊക്കെ എന്നാലും ഇതൊക്കെ കുറച്ചുകൂടി അന്ന് കട്ട് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് ഒഴിവാക്കിയുള്ള അതൊക്കെ കുറച്ചുകൂടി ഒന്ന് മൂത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്നാലും അതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചിലതൊക്കെ ഒന്ന് ഉണങ്ങിയ തണ്ടുകളൊക്കെ ഉണ്ട്, അത് ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും അതുപോലെ നമുക്ക് കട്ട് ചെയ്യാറുണ്ട്.
അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു പിടിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ആയാലും ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ തൈകൾ വന്നിട്ടില്ല. അപ്പം എന്നാലും അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു നല്ല കെയറിങ് ഒക്കെ കൊടുത്തിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റിസൾട്ടിന് നമുക്ക് അതിലൊക്കെ കാണാൻ വേണ്ടി വരും. എന്നാലും ആന്തൂരത്തിൻ്റെ പ്ലാന്റിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഈർപ്പം വേണ്ട ഒരു പ്ലാന്റ് ആട്ടോ. അതുകൊണ്ട് നമ്മൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഒരു ഈർപ്പം ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ചകിരിച്ചോറും അതേപോലെ തന്നെ ചകിരികളൊക്കെ ഇങ്ങനെ ചടുക്കൾ ഇങ്ങനെ ഒരു പൊതയായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുമ്പോഴായാലും ഒക്കെ അതിൽ ആ ഒരു ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടാകും. പിന്നെ മഴക്കാലം ആകുമ്പോൾ നമ്മൾ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ അപ്പം നമ്മൾ ആ ഒരു വേനൽക്കാലത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചകിരിയും സംഭവങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അളിഞ്ഞ് ചീഞ്ഞൊക്കെ പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. കാരണം ഓൾറെഡി നല്ല രീതിയിൽ തണുപ്പ് നനവ് കിട്ടുന്ന ഒരു ടൈമാണല്ലോ നമ്മുടെ മഴക്കാലം എന്ന് പറയുമ്പോൾ. നല്ല ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ നിന്ന് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് പൂക്കൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ആന്തൂരത്തിൻ്റെ പ്ലാന്റ്സിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണുന്നത്. ബൈ.